എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71 മൂന്നാമത്തെ ചോദ്യം വരെയാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ദി nth ടേം ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ഈച്ച്. അതായത് നമുക്ക് കുറച്ച് സമാന്തര ശ്രേണികൾ, അതായത് അരിത്തമെറ്റിക് സീക്വൻസുകളുടെ nth ടേം n-ആം പദം തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സീക്വൻസ് തന്നിട്ടില്ല, nth ടേം തന്നിട്ടുണ്ട്. പിന്നെയോ ഓരോന്നിൻ്റെയും n ടേംസുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. അതിൽ ഫസ്റ്റത്തത് 2n + 3. ഇതെന്താണ് സാധനം? ഇത് നമുക്കറിയാം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കണ്ടുപിടിക്കാനാണ് അല്ലേ. അത് 2n + 3 ഇതാണ് nth ടേം കണ്ടുപിടിക്കുക. ഒരു സീക്വൻസിൻ്റെ nth ടേം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ സീക്വൻസ് അല്ല തന്നിട്ടുള്ളത്, അതിൻ്റെ ആൾജിബ്ര 2n + 3 ഇതാണ് ആ അരിത്തമെറ്റിക് സീക്വൻസ്, അതിൻ്റെ ആൾജിബ്ര. അപ്പോൾ നാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നാം മുമ്പ് എന്താണ് ചെയ്തത്? മുമ്പ് ചെയ്തതൊക്കെ നമ്മൾ സീക്വൻസ് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് സമ്മ് കണ്ടുപിടിച്ചു, കൃത്യമായ സമ്മ് നമുക്ക് കിട്ടി അല്ലേ. ഇതെന്താണ്? ഇത് സീക്വൻസിൻ്റെ ആൾജിബ്ര ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇത്ര ടേമുകളുടെ 50 ടേമോ 100 ടേമോ എത്ര ആയിക്കോട്ടെ, അതിൻ്റെ സമ്മ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സമ്മ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നാം എന്താ എഴുതേണ്ടത്? S = n/2 × x1 + xn അല്ലേ. ഇതാണ് സം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് x1 അറിയണം അല്ലേ, xn അറിയണം. അപ്പോൾ ഇതിൽ x1 എത്രയാണെന്ന് നമുക്കറിയണം അല്ലേ, xn ആണെന്ന് ഏതാണെന്ന് അറിയണം അല്ലേ. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ആൾജിബ്ര 2n + 3 ആണ് അല്ലേ. ആൾജിബ്ര 2n + 3 ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി അല്ലേ. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടി. 2 കൊടുത്ത രണ്ടാമത്തെ ടേം കിട്ടി അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടും, നമ്മൾ മുമ്പ് പഠിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 2 × എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, 1 + 3, അതായത് 2 + 3 = 5. ഇതാണ് ഒന്നാമത്തെ ടേം. അപ്പോൾ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ടേം 5. ഇനി xn വേണം അല്ലേ. x എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം. nth ടേമിൻ്റെതാണ് നമുക്ക് തന്നിട്ടുള്ളത് 2n + 3 അല്ലേ. അപ്പോൾ nth ടേം എന്ന് പറഞ്ഞാൽ 2n + 3, ഇതാണ് nth ടേം. അപ്പോൾ നമുക്ക് x1 കിട്ടി, xn കിട്ടി. അപ്പോൾ നമ്മൾ വിഷയം കഴിഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ സമ്മ് വരും S = n/2 അല്ലേ. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ n ടേമുകളുടെ തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. n ടേമുകളുടെ തുക, അത് 10, 20, 100 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ n/2 × x1 നമുക്ക് കണ്ടുപിടിച്ച് നമുക്കറിയാം 5, നമുക്ക് കിട്ടിയ 5 + xn. xn എന്ന് പറഞ്ഞാൽ 2n + 3 = ഇവിടെ നോക്കിയാൽ n/2 × 5 + 2n + 3 അല്ലേ. അപ്പോൾ 5 3 നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ. അപ്പോൾ 5 3 8, അതായത് 2n + 5 3 8. നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ n/2 × 2n + 8 അല്ലേ. അത് നമുക്കറിയാം a × b + c. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കും അല്ലേ. ab + ac. അപ്പോൾ അതേപോലെ n/2 കൊണ്ട് ഇതിനെ ഗുണിക്കണം, അത് കഴിഞ്ഞാൽ ഇതിനെ ഗുണിക്കണം. വേണ്ടേ? വേണം. അപ്പോൾ എന്ത് വരും? ആദ്യം n/2 കൊണ്ട് = n/2 × ഇതുകൊണ്ട് ആദ്യം 2n + n/2 × 8. അപ്പോൾ 2 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും? n × n² അല്ലേ, n². ഇനി പ്ലസ് ഇവിടെ നോക്കിയാൽ 2 8 4 പ്രാവശ്യം, 4 × n 4n. അപ്പോൾ ഈ സീക്വൻസിലെ എത്ര ടേമുകളായാലും അതിൻ്റെ തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? n² + 4n ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 50 ടേമുകളുടെ തുക കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? n² 50² + 4 × 50. കണ്ടില്ലേ? അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നാം എത്ര സംഖ്യയുടെ തുക കണ്ടുപിടിക്കണം, അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? തുക കിട്ടും. അപ്പോൾ എപ്പോഴും n പദങ്ങളുടെ തുകയുടെ ആൾജിബ്രിക് ഫോം എങ്ങനെയായിരിക്കും? pn² + qn. അപ്പോൾ എപ്പോഴും n പദങ്ങളുടെ തുകയുടെ ആൾജിബ്രിക് ഫോം എങ്ങനെയായിരിക്കും? ഈ രൂപത്തിലായിരിക്കും. കണ്ടില്ലേ? p യും q എന്ന് പറഞ്ഞ 2 സംഖ്യകൾ, പിന്നെ n² + കണ്ട n. ഇവിടെ നമുക്ക് അങ്ങനെയല്ല കിട്ടിയേ. ഇവിടെ നോക്കിയാൽ n² + 4n അല്ലേ. q യും p യും q എന്ന് പറയുന്ന 4 സംഖ്യ, ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്.
ബാക്കി n സ്ക്വയർ പ്ലസ് 4n. അപ്പോൾ ഇതേ രൂപത്തിലായിരിക്കും എപ്പോഴും നമുക്ക് എന്ത് കിട്ടുക, n പദങ്ങളുടെ തുകയുടെ ആൾജിബ്രിക് രൂപം. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതല്ലാതെ നമുക്ക് പഴയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ½ an × n+1 + bn. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രൂപത്തിൽ ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സീക്വൻസ് ഒന്ന് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സീക്വൻസ് 3n+2. അപ്പോൾ ഇതിൻ്റെ n പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് വേണം? s = n/2 × x1 + xn. ഇവിടെ x1 അറിയണം, xn അറിയണം അല്ലേ? x1 എന്ന് പറഞ്ഞാൽ എത്ര വരും? x1 = ഈ 3n+2ന് n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക അല്ലേ? അപ്പം 3 × 1 + 2 = 3 × 1 3 + 2 5. അപ്പോൾ നമുക്ക് x1 കിട്ടി 5. xn എന്ന് പറഞ്ഞാലോ ഇത് തന്നെയാണ് xn അല്ലേ? nth ടേം 3n + 2. ഇനി സമ്മ കണ്ടുപിടിക്കാലോ നമുക്ക്. s = n/2. അപ്പോൾ n/2 × x1 ഒന്നാമത്തെ ടേം എത്രയാണ്? 5 അല്ലേ? 5 + xn. xn എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3n + 2. 3n + 2 = n/2 × 5 + 3n + 2 അല്ലേ? അപ്പോൾ 5 2 കൂടി കൂട്ടാൻ പറ്റും നമുക്ക് അല്ലേ? അപ്പോൾ അതായത് 3n + 5 2 7. ഇനി നമ്മൾ എന്ത് വേണം? ഇത് ഓരോന്ന് കൊണ്ടും ഇതുകൊണ്ട് ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം അല്ലേ? അതായത് = n/2 × 3n അല്ലേ? ഇതുകൊണ്ട് ഗുണിച്ചു + n/2 × 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n/2 × 3n അല്ലേ? അപ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് 3n × n² അല്ലേ? അതായത് 3n² / 2. അപ്പോൾ 3n² / 2 പ്ലസ് എന്ത് വരും നോക്കിയാൽ ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ 7 × n 7n / 2. ഇവിടെ നോക്കിയാൽ രണ്ടിൻ്റെയും ഛേദം ഡിനോമിനേറ്റർ 2 തന്നെയാണ് അല്ലേ? 2 സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ പുറത്തെടുക്കും, ഹാഫിനെ പുറത്തെടുക്കുന്നു. = എന്ത് വരും? ഹാഫ് പുറത്തായി കഴിഞ്ഞാൽ അത് 1/2നെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടുന്ന് 1 പോയി കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല. 3n² തന്നെ അല്ലേ? /2 ഈ 2നെ നമ്മൾ പുറത്തെടുത്തു അല്ലേ? 1/2 നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും ബാക്കി? 3n². ഇനി വേറെ ഒന്നുമില്ല ഇവിടെ അല്ലേ? പ്ലസ് ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ 1/2നെ പുറത്തെടുത്തു. അപ്പോൾ ഇവിടുന്ന് 1 പോകുന്നു കഴിഞ്ഞാൽ 7n അല്ലേ? 7n അതിന് വ്യത്യാസമില്ല. ഈ 2 ഇങ്ങോട്ട് പുറത്ത് പോകുന്നു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 1/2 × 3n² + 7n. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുക. അപ്പോൾ നമുക്ക് ഇവിടെ 10 ടേമിൻ്റെ സമമാണെങ്കിൽ n², n-ന് പകരം 10 കൊടുക്കുക. 3 × 10² + 7 × 10. മനസ്സിലായല്ലോ? കണ്ടോ? അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുക. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ സീക്വൻസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സീക്വൻസ്, അതായത് 2n - 3. അപ്പോൾ ഇതിൻ്റെ n ടേമുകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. സം = n/2 × x1 + xn. അപ്പോൾ ഇവിടെ x1ഉം xnഉം കണ്ടുപിടിക്കണം അല്ലേ? x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? x1 = 2n അല്ലേ? n-ന് പകരം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ 2 × 1 - 3. അതായത് 2 × 1 2 - 3. ഇവിടെ ശ്രദ്ധിക്കുക, 2 - 3 അല്ലേ? എത്ര ഉത്തരം കിട്ടും നമുക്ക്? -1. അപ്പോൾ x1 -1 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? xn എത്രയാണ്? അത് തന്നെ അല്ലേ? x എന്ന് പറഞ്ഞാൽ 2n - 3. അപ്പോൾ നമുക്ക് x1 കിട്ടി, xn കിട്ടി അല്ലേ? ഇനി സമം കണ്ടുപിടിക്കാമല്ലോ. s = n/2 × x1. x1 എത്രയാണ്? -1. -1 + xn. xn എത്രയാണ്? 2n - 3. അപ്പോൾ ചിഹ്നങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നോക്കിയേ, n/2 ഇവിടെ നോക്കാം, -1 + 2n - 3 അല്ലേ? അപ്പോൾ നോക്കിയാൽ 2n. ഇനി -1ഉം -3ഉം ഉണ്ട് അല്ലേ? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ -4. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഓരോന്നിനെ ഗുണിക്കുക അല്ലേ? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? n/2
ഇൻറ്റു 2n മൈനസ് ഇനി n/2 ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ഇൻറ്റു n/2 ഇതെങ്ങനെ വേണമെങ്കിലും എഴുതിക്കും. നമുക്ക് നോക്കിയാൽ ഇവിടെ 2 അല്ലേ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും n ഇൻറ്റു n സ്ക്വയർ ഇനി മൈനസ് ഇവിടെ നോക്കിയാൽ 2 പ്രാവശ്യം 2 ഇൻറ്റു n 2n. അപ്പോൾ എന്ത് കിട്ടി നമുക്ക് n² മൈനസ് 2n. മനസ്സിലാവണില്ലേ? ഇനി നമുക്ക് നാലാമത്തെ സീക്വൻസ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സീക്വൻസ് 3n മൈനസ് 2. അപ്പോൾ എന്ത് വേണം നമുക്ക് n ടേമുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ നമുക്ക് x1ഉം xnഉം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ x1 ഈക്വൽ ടു എന്ത് വരും n-ന് 3 കൊടുക്കുക അല്ലേ, 1 കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 1 മൈനസ് 2 ഈക്വൽ ടു 3 ഇൻറ്റു 1 3 മൈനസ് 2 ഈക്വൽ ടു 1. അപ്പോൾ ആദ്യത്തെ ടേം കിട്ടി നമുക്ക് 1. ഇനി xn എന്ന് പറഞ്ഞാൽ 3n മൈനസ് 2. അപ്പോൾ ഈ സംഭവം കണ്ടുപിടിക്കാമല്ലോ. s ഈസ് ഈക്വൽ ടു n/2 അല്ലേ. അപ്പോൾ n/2 ഇൻറ്റു x1 1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ 3n മൈനസ് 2 ഈക്വൽ ടു n/2 ഇൻറ്റു 1 പ്ലസ് 3n മൈനസ് 2 അല്ലേ. അപ്പോൾ 3n ആ 3n ആദ്യം എഴുതി. ഇനി 1 മൈനസ് 2 ശ്രദ്ധിക്കുക, 1 മൈനസ് 2 അതായത് -1. ഇനി നമ്മൾ എന്ത് വേണം ഓരോന്നിനെയും അല്ലേ ഗുണിക്കണം. അതായത് n/2 ഇൻറ്റു 3n മൈനസ് n/2 ഇൻറ്റു 1 അല്ലെങ്കിൽ -1 ഇൻറ്റു n/2 അല്ലേ. അപ്പോൾ അത് എങ്ങനെ ഏത് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എഴുതി. ഇനി നോക്കി ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമോ? ഇവിടെ 3 ഇവിടെ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വെട്ടിപ്പോകില്ല. ഇവിടെ ആണെങ്കിലോ ഇവിടെയും നമുക്ക് വെട്ടിപ്പോകില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 3 മുകളിൽ നോക്കിയാൽ 3n ഇൻറ്റു n അല്ലേ. 3n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 3n². അപ്പോൾ മുകളിൽ 3n² ബൈ 2. അപ്പോൾ ഇതിനെ 3n² ബൈ 2 മൈനസ് n ഇൻറ്റു 1 n/2. അപ്പോൾ ഇതിനെ നമുക്കൊന്നൊരു വൃത്തിയായ രീതിയിൽ എഴുതാൻ എങ്ങനെ എഴുതാൻ പറ്റും? നാം നേരത്തെ ചെയ്തപോലെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നോക്കിയാൽ 2 അടിയിൽ 2 അല്ലേ. 2 കൊടുത്ത് നമുക്ക് ഡിനോമിനേറ്റർ ഛേദം 2 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 1/2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 1/2 പുറത്തേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ 2 പുറത്തേക്ക് പോകുന്നു അല്ലേ. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? ഇതിൽ നിന്ന് 1 പോകുന്നു അല്ലേ. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 3n² തന്നെ. അപ്പോൾ ഇൻറ്റു 3n². ഈ 2 ഇങ്ങോട്ട് പോകുന്നു മൈനസ് ഇവിടെ നിന്നും ഈ 2 ഇങ്ങോട്ട് പോകുന്നു അല്ലേ. ബാക്കി എന്താണുള്ളത് മുകളിൽ n മാത്രം n. 1/2 ഇൻറ്റു 3n² മൈനസ് n. അപ്പോൾ ഇതിൻ്റെ n ടേമുകളുടെ തുക കാണാനുള്ള തുക എത്രയായിരിക്കും? 1/2 ഇൻറ്റു 3n² മൈനസ് n. അപ്പോൾ ഇവിടെ നമുക്ക് n-ന് ഇപ്പോൾ 100 പദങ്ങളുടെ തുക ആണെങ്കിൽ 1/2 ഇൻറ്റു 3 ഇൻറ്റു 100² കണ്ട n-ന് പകരം 100 കൊടുക്കുക. അപ്പോൾ 100² മൈനസ് 100. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വളരെ കുറേശ്ശെ ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എടുക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് ചെയ്യാം.